ഈ ഓണത്തെ വരവേൽക്കാൻ സാമിയ ഗ്രൂപ്പ് ഒരുക്കുന്നു നിറമാർന്ന ഓണം നിറവോടെ. സെപ്റ്റംബർ 15 വരെ. സാമിയ ടെക്സ്റ്റൈൽ ഗ്രൂപ്പ്, മണ്ണാർക്കാട്, പട്ടാമ്പി, ചെർപ്പളശ്ശേരി ആൻഡ് അലനല്ലൂർ. ഏവർക്കും സാമിയ ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പട്ടാമ്പി കൊടലൂരിൽ പശു ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് പ്രദേശവാസികൾക്ക് കൗതുക കാഴ്ചയായി. പട്ടാമ്പി കൊടലൂർ സ്വദേശിനി ചിറ്റാനിപ്പാറ വീട്ടിൽ അനിതയുടെ വീട്ടിലെ പശുവാണ് 2 പശുക്കിടാവുകളെ പ്രസവിച്ചത്. 2001 എന്ന അനുപാതത്തിൽ വളരെ അപൂർവമായി മാത്രമേ പശു ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുള്ളൂ എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇരട്ട പശുക്കുട്ടികൾ പ്രദേശവാസികൾക്ക് കൗതുക കാഴ്ചയുമായി. തൃത്താല ബ്ലോക്ക് എമർജൻസി വെറ്ററിനറി സർജൻ ഡോക്ടർ സംഗീതിന്റെ നേതൃത്വത്തിലാണ് ചികിത്സകൾ ലഭ്യമാക്കിയത്. ഡോക്ടർ തന്നെയാണ് പശുവിന്റെ അപൂർവ പ്രസവത്തിന് കാവലും കരുതലുമായത്. 2 പെൺ പശുക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പശുവിന്റെ പ്രസവം. 2 കുട്ടികൾ ഉള്ളതിനാലും കുട്ടികൾ സ്ഥാനം മാറി കിടന്നിരുന്നാലും മണിക്കൂറോളം പിന്നിട്ടിട്ടും പശുവിനെ പ്രസവിക്കാനായിരുന്നില്ല. നിരവധി വെറ്ററിനറി ഡോക്ടർമാരുടെ സേവനം വീട്ടുകാർ തേടിയെങ്കിലും ലഭ്യമായില്ല. തുടർന്നാണ് രാത്രി 11 മണിയോടെ ഡോക്ടർ സംഗീതിന് അനിതയുടെ വിളി എത്തിയത്. ഉടൻ തന്നെ ശക്തമായ മഴയെ പോലും അവഗണിച്ച് 30 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചാണ് ഡോക്ടർ സംഗീത് കൊടലൂരിലെത്തിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അമ്മ പശുവിനും കുഞ്ഞുങ്ങൾക്കും അപകടം വരാതെ 2 കിടാങ്ങളെയും പുറത്തെടുക്കാനായെന്ന് ഡോക്ടർ സംഗീത് പറഞ്ഞു. വളരെ അത്യപൂർവമായി മാത്രമേ പശുക്കൾ ഇരട്ട പ്രസവിക്കാറുള്ളൂ എന്നും ഡോക്ടർ സൂചിപ്പിച്ചു. വീട്ടുകാരും ഇരട്ട പശുക്കുട്ടികളെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. 2 കുട്ടികളുണ്ടായിരുന്നു. പയ്യെ ഇതാക്കി കുട്ടികൾക്ക് ശ്വാസത്തിന് ഒരു ലേശത്തുണ്ടായിരുന്നു. കുടഞ്ഞ് ഇതാക്കിയിട്ടാണ് ആ ഡോക്ടർ ആ നേരത്ത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് 3 എണ്ണത്തിന്റെ ജീവനാണ് ഇതായി കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ 2-3 എണ്ണത്തിന് ഇതായിരുന്നു. ഞങ്ങൾക്കുള്ള ഇത് പറയാൻ കഴിയില്ല. ഡോക്ടറെ ഞങ്ങൾ അത്രയ്ക്കും ആ നേരത്തെ വിളിച്ച വഴിക്ക് വന്നതും അത് ചെയ്തതിനും ഡോക്ടറോടുള്ള ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും ദൈവത്തിനെ പോലെ ഞങ്ങൾക്ക് ആ നേരത്തെ ദൈവം ഇറങ്ങി വന്ന പോലെ തോന്നുന്നത്. അതിനോട് ഡോക്ടർക്ക് അത്രയും വലിയൊരു ഇത് ഉണ്ട്. ഞങ്ങളെ കൂപ്പുകയ്യാണ്.